രാമുവാനയും അവിടെ വന്നു. മിട്ടു, ഞാൻ ടീനുവിന് കൂട് പണിത് കൊടുത്തു. ഇനി നിനക്ക് കൂട് പണിയാൻ തുടങ്ങാം. അതുപോലെ ഇതിനുശേഷം എല്ലാ പക്ഷികൾക്കും കൂടുണ്ടാക്കാതെ ഞാൻ ഇനി വിശ്രമിക്കില്ല. ശരി, പെട്ടെന്ന് പൊക്കോ, അല്ലെങ്കിൽ... അയ്യോ വേണ്ട വേണ്ട, ഞാൻ പൊയ്ക്കോളാം. ഇത് കേട്ട് രാമുവാന അവിടെ നിന്നും ഓടാൻ തുടങ്ങി. അപ്പോൾ എല്ലാ മൃഗങ്ങളും ഉറക്കെ ചിരിച്ചുകൊണ്ട് മിട്ടുവിനെ അഭിനന്ദിക്കാൻ തുടങ്ങി. രാമുവാന എല്ലാ പക്ഷികൾക്കും കൂടുണ്ടാക്കാനും തുടങ്ങി. അവൻ ഒരിക്കലും മനസ്സിലാക്കിയതേയില്ല മിട്ടു സത്യത്തിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന്. എങ്കിൽ അങ്ങ് തന്നെ പറയൂ, കാട്ടിലെ ഏറ്റവും യോഗ്യനായ മൃഗം ആരാണെന്ന്. ഉത്തരം നിന്റെ മുന്നിൽ തന്നെയുണ്ട്. കാട്ടിലെ ഇത്രയധികം മൃഗങ്ങളെ നോക്കാതെ ഈ ഒരു ഉത്തരത്തിനായി നിങ്ങൾ തേടി വന്നത് ഈ എന്നെയാണ്. ഇതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായില്ലേ? ഒരു ദിവസം വൈകുന്നേരം മോണ്ടുകുരങ്ങനും ചോട്ടുമാനും രാമു ആനയും തമ്മിൽ തർക്കത്തിലേർപ്പെട്ടു. ഞങ്ങൾ കുരങ്ങന്മാരാണ് കാട്ടിലെ യോഗ്യരായ മൃഗങ്ങൾ. കാരണം ഞങ്ങൾക്ക് മനുഷ്യരെ പോലെ ചിന്തിക്കുവാൻ കഴിയും. ഏറ്റവും യോഗ്യർ ആനകൾ തന്നെയാ. ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർക്ക് ശക്തിയുമുണ്ട്, ഒപ്പം ബുദ്ധിയുമുണ്ട്. മണ്ടത്തരം പറയാതെ, മാനിന് വളരെ വേഗം ഓടാൻ കഴിയും, കൂടാതെ കാണാനും ഭംഗിയുണ്ട്. മാനാണ് ഇവിടെ ഏറ്റവും യോഗ്യനായ മൃഗം. തർക്കം മൂത്തപ്പോൾ ഒടുവിൽ 3 പേരും ഷേർഖാന്റെ അടുത്തെത്തി. നിങ്ങൾ എന്തിനാണ് തർക്കിക്കുന്നത്? എങ്കിൽ അങ്ങ് തന്നെ പറയൂ, കാട്ടിലെ ഏറ്റവും യോഗ്യനായ മൃഗം ആരാണെന്ന്. കാട്ടിലെ ഒരു മൃഗവും മോശമല്ല. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടേതായ രീതിയിൽ യോഗ്യന്മാരാണ്. എങ്കിലും കാട്ടിലെ ഏറ്റവും യോഗ്യൻ ആരാണ് ഷേർഖാൻ?